റിലാക്സ് കോഴ്സ് തുടങ്ങിയിട്ട് 5-8 വർഷമായിട്ടുണ്ടെങ്കിലും പക്ഷേ മെയ്യില് ഞാൻ ഒരു കാര്യം എഴുതിയിട്ടിരുന്നു. അതായത് ഐ വിൽ കൺവേർട്ട് എറണാകുളം ടു ഇടുക്കി എന്നുള്ളൊരു കൺസെപ്റ്റ്. ഓക്കെ, ഞാൻ എഴുതിയിട്ടിരുന്നു എന്റെ റൂമിൽ, എന്റെ ഓഫീസ് റൂമിലെല്ലാം ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ വേറൊന്നുമല്ല, എനിക്കറിയാമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഞാൻ ചിന്തിക്കുള്ളൂ. അതായത് ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ ചിന്തിക്കുന്നത്, ഭാവിയിലെ കാര്യം, സമസ്ത പ്രപഞ്ചത്തിന്റെ നന്മ, അതാണ് എന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോൾ ആണ് മനസ്സിലായത്, ഈ പറയുന്ന ഡിസംബർ അല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷമെല്ലാം, ഇനിയുള്ള 5 വർഷം വളരെ ക്രിട്ടിക്കൽ തന്നെയാണ്. നമ്മൾ ശ്വാസം മുട്ടി തന്നെ മരിക്കും. അതിന്റെ ഏറ്റവും ഇനിഷ്യൽ സ്റ്റേജ് തന്നെ വളരെ രൂക്ഷം തന്നെയാണ്. നമ്മുടെ ജോയിന്റ്സ് പെയിൻസ് എല്ലാം തുടങ്ങും, നമ്മുടെ ലങ് ക്യാൻസർ വരുന്നു, നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരുന്നു, എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ സമസ്ത ശരീരത്തിൽ രക്തത്തിൽ വിഷമാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രാണവായിലൂടെ, വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ. പിന്നെ എന്ത് വേണം? അസുഖം വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ മരണമല്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മൾ എന്നേക്കും സിക്കായിട്ട് നിൽക്കാം. ഫാർമസ്യൂട്ടിക്കൽസിനാണെങ്കിലും അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തൊരു സൊസൈറ്റി, ബ്രെയിൻ വളർച്ച ഇല്ലാത്തൊരു യുവത്വം, ഇതെല്ലാമാണ് അവർക്ക് വേണ്ടത്. അതിനുവേണ്ടി തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും എല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആ ഒരു സ്റ്റഡീസ് എന്നെ കൊണ്ടുപോയത് വളരെ വലിയൊരു ആഴത്തിലേക്കാണ്. ആ ഒരു ആഴത്തിലേക്ക് എന്നെ കൊണ്ടുപോയതും വളരെ പെയിനോട് ഉൾപ്പെടെയാണ്. കാരണം ഇപ്പൊ എന്റെ ഒരു കുഞ്ഞ് ഒരു ലഡു ഉണ്ട് അവന്റെ കയ്യിൽ, ഒരു കയ്യിൽ ഉണ്ണിയപ്പം ഉണ്ട്. ഇത് രണ്ടും ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് തമാശയായിരിക്കും. എന്നെ സംബന്ധിച്ച് കൊടുക്കുമ്പോൾ അതൊരു അവൻ ഇന്റേണൽ ഓർഗൻസ് നശിപ്പിക്കുന്ന ഷുഗർ ഓയിലുണ്ട്, അതോടൊപ്പം തന്നെ സീഡ് ഓയിൽസ്. എണ്ണയിലല്ല അത് പൊരിക്കുന്നത്, വിഷമടങ്ങിയ വെള്ളത്തിലാണ്. അതായത് ആ ഒരു എണ്ണ എന്ന് പറയുന്ന ആ ഒരു ക്രൂഡ് ഓയിലില്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ വളരെ പെയിൻഫുൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് റിലാക്സ് ഹൗസിന്റെ 20 പ്രൊജക്ട് ഞാൻ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തു. ഈ പറയുന്ന റോയൽ ഭോജൻ ഫുഡ് കോർട്ട് ആണെങ്കിൽ റോയൽ സഗി ഫോർ മോം ആൻഡ് ബേബി, അതായത് ഒരു അമ്മയെ കുഞ്ഞിനുള്ള റോയൽ സഗി. 5 കോടിയെല്ലാം ആയിരുന്നു ഞാൻ ഒരു വർഷം അത് ഇട്ടയച്ച ഒരു പ്ലാൻ. പക്ഷെ അതെല്ലാം ഞാൻ സമസ്ത പ്രപഞ്ചത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. കാരണം പണക്കാരുടെ കുഞ്ഞുങ്ങൾ മാത്രം ഹെൽത്തി ആയിട്ട് വളർന്നാൽ പോരാ, പാവപ്പെട്ടവരുടെയും വളരാം. അങ്ങനെ ഈക്വാലിറ്റി കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ നമ്മുടെ റൂളേഴ്സ് ഡൽഹി എല്ലാം പുകഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു മുഖ്യമന്ത്രി, ഞാൻ പറഞ്ഞില്ലേ, ഡമ്മിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിലും ഡമ്മിയാണ്, പ്രധാനമന്ത്രി ആണെങ്കിലും ഡമ്മിയാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ മോട്ടീവ് 2030 ആകുമ്പോൾ എല്ലാവരും ശ്വാസം മുട്ടി മരിക്കണം, വെള്ളത്തിന്റെ ഇത് അവർക്ക് കിട്ടണം, എയറിന്റെ അത് അവർക്ക് കിട്ടണം. അപ്പൊ ഈ വിഡ്ഢികളെ മുമ്പ് നിർത്തിക്കൊണ്ട് ആ വിഡ്ഢി പറയുന്നതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സും ടെമ്പറേച്ചറും സെയിം ആണെന്ന്. മനസ്സിലായില്ലേ? എന്നിട്ട് പോയിട്ട് കുറച്ച് വെള്ളം തെളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സിസ്റ്റം തന്നെയാണ് ഇപ്പൊ എറണാകുളത്തും വരുന്നത്, ഈ പറയുന്ന കൊച്ചിയിലും വരുന്നത്. കാരണം ഇതൊന്നും വ്യത്യാസമില്ല. കാരണം നമ്മളെ ഭരിക്കപ്പെടുന്നത് വിഡ്ഢികളെ കൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആ ഒരു ഒബ്സർവേഷൻ മൈൻഡ് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. ഞാൻ കംപ്ലീറ്റ് കാര്യം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ടാക്സി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചേട്ടൻ വേസ്റ്റ് കളയാൻ വേണ്ടി പോയത്. അപ്പോഴും കറക്റ്റ് സമയത്ത് ആ ഒരു വേസ്റ്റ് ബാസ്കറ്റിന്റെ ചേച്ചി വന്നു. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, ആ ഒരു മൈൻഡ് കൺവേർട്ട് ചെയ്ത് ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. അതായത് ഇവിടുത്തെ സിസ്റ്റം തന്നെയാണ് എറർ. നമ്മളെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് ടാക്സ് കൊടുക്കുന്നു, നമ്മൾ ഫൈൻ കൊടുക്കുന്നു, നമ്മൾ ഒരുപാട് പണം കൊടുക്കുന്നു, എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ലക്ഷം കോടി കടം മാത്രം. എന്താണ് ഈ വിഡ്ഢികൾ ചെയ്യുന്നത്? എങ്ങോട്ടാണ് ഈ വിഡ്ഢികൾ ഇതെല്ലാം കൊണ്ടുപോകുന്നത്? അപ്പോൾ ഇതെല്ലാം ചോദിക്കാത്ത ആ ഒരു പോഴം ചിന്താഗതിയുള്ള സിനിമാ നടന്മാരും ബിസിനസ് ആൾക്കാരും എല്ലാം സ്വന്തം കാര്യം നോക്കി നടക്കുന്നു. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം ഞാൻ നിൽക്കുന്നത് സമസ്ത പ്രപഞ്ചത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചോദിക്കും. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളുടെ സിസ്റ്റം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ മനുഷ്യരും പെർഫെക്റ്റ് ആവും. മനുഷ്യർ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ സമസ്ത പ്രപഞ്ചം പെർഫെക്റ്റ് ആവും. അപ്പൊ ഉടനെ ഞാൻ ഇതെല്ലാം പെർഫെക്റ്റ് ആക്കുന്നതാണ്. കാരണം പെർഫെക്റ്റ് ആക്കിയില്ലെങ്കിൽ നമ്മളെല്ലാം മരിക്കും. എന്നെക്കാട്ടും നല്ലല്ലേ പെർഫെക്റ്റ് ആക്കുന്നത്. അത് ചെയ്യാനുള്ള എല്ലാവിധ കഴിവും സാമർഥ്യവും